ഹലോ, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട് ഞെട്ടിയിരിക്കുകയായിരിക്കുമല്ലേ, എന്താണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറും ഈ ഒരു മെഷർമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്നായിരിക്കും എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ബന്ധമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്ന് നമ്മുടെ ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നുള്ളത്, നമ്മൾ കണ്ണാടി പോയി നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. നമുക്ക് അതിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ മനസ്സിനെ ആകെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് അനുഭവിച്ച ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഇതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ വന്നതാണ്. ലിംഫ് നോഡ്സ് എടുത്ത് കളഞ്ഞതുമാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന സമയത്ത് നമുക്ക് വന്ന് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിനെ സങ്കടപ്പെടുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ്ങിൽ വരുന്ന ചില ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ഒരു മാറ്റങ്ങൾ കണ്ടു നിൽക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടി ആയിരിക്കും നമുക്ക് ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത്രയും ഒരു സ്ട്രഗിള് ചെയ്ത് മുമ്പോട്ട് വരുന്നതായിരിക്കും ഓരോ വ്യക്തികളും. ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഓരോ വ്യക്തികളുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അത്രയും നാളും അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ സൗന്ദര്യത്തിനെ പോലും ബാധിക്കുന്ന ഒരു ഘടകം ആയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നൊരു സംഗതിയാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തോന്നാറില്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അസുഖം വന്ന് എന്ന് കരുതി നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, മരുന്ന് കഴിക്കുക, നമ്മളത് മാറ്റി ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി നമ്മുടെ കോൺഫിഡൻസിന് നമ്മൾ കളയാൻ തയ്യാറല്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരുപാട് സൊല്യൂഷൻസും നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഉള്ള പോലെയല്ല, ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ഇത് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടോ. 2 വർഷമായി. ഈ ഒരു വർഷം കൊണ്ടാണ് ഈ കൂടുതലായിട്ടും സ്റ്റിച്ചിങ്ങിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ ഇടണമെന്നുള്ളത്. കാരണം എനിക്ക് വന്ന മാറ്റങ്ങൾ, എൻ്റെ ശരീരത്തിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ വെച്ച് ഞാൻ എടുക്കാറുള്ള ഒരു മെഷർമെൻറ്റ്, അത് എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. എങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു 90% പേർക്കും ഇങ്ങനെയൊക്കെ തന്നെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് വന്നിട്ടുള്ളൊരു മാറ്റം, എൻ്റെ ഇടത് ഭാഗത്ത് ബ്രസ്റ്റാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇടത് കൈയുടെ ലിംഫ് നോഡ്സ് എടുത്ത് കളഞ്ഞതുകൊണ്ട് മിക്കവാറും ഇൻഫ്ലമേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ നീര് വരും. ചില സമയങ്ങളിൽ നമ്മൾ നന്നായിട്ട് പണിയൊക്കെ കൂടുതലുള്ള സമയത്ത് നീര് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ടൈറ്റ് ആവും. നമുക്കത് ഊരിക്കളഞ്ഞാൽ മതി എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ എവിടെന്നെങ്കിലും തയ്ച്ചപ്പോൾ ഞാൻ നേരത്തെ തയ്ക്കാൻ കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഫസ്റ്റ് ഞാനൊരു അറ്റകുറ്റപ്പണികൾ ഞാൻ ചെയ്യും. കാരണം എൻ്റെ കയ്യിലെ സ്റ്റിച്ച് ഞാൻ അഴിക്കും. കാരണം അത് ഒട്ടും എനിക്ക് ഭയങ്കര ടൈറ്റായിരിക്കും, അല്ലെങ്കിൽ തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പം ഞാനത് അഴിച്ചിടും. കാരണം എൻ്റെ ആ ഒരു കൈക്ക് നീര് വയ്ക്കും കൂടുതലാണ്. ചിലപ്പം അളവെടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലുള്ള കൈ ആയിരിക്കും. അതുകൊണ്ടാവണം ഈ കൈ അത്രയും ടൈറ്റായി പോണത്. അപ്പോൾ അതാണ് എനിക്ക് വരാറുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത് വരാറുള്ള കാര്യം, ചെസ്റ്റിൻ്റെ അളവെടുക്കുമ്പോൾ ബസ്റ്റ് വരുന്നത് നമ്മൾ കറക്റ്റ് പാഡൊന്നും യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ ശരിക്കും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെസ്റ്റ് അളവെടുക്കുന്നതിൽ വ്യത്യാസം വരും. പിന്നെ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നെക്ക് നമ്മൾ, അതായത് കുർത്തി തയ്ക്കുമ്പോൾ എപ്പോഴും കഴുത്തിറക്കം വയ്ക്കുമ്പോൾ നമ്മൾ നെക്ക് കൊടുത്തത് ഹൈ നെക്ക് അല്ലെങ്കിൽ കോളർ നെക്കൊക്കെ കൊടുത്തിട്ടുള്ള കുർത്തി ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് തോന്നും. പിന്നെ കഴുത്തിറക്കം ഒരുപാട് കൂടാതെ നോക്കുക. ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്തിട്ടുള്ളവർക്ക് കഴുത്തിറക്കം കൂടി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത്, നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് പാഡ് വയ്ക്കുക. പാഡ് എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ റേഡിയേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ
ബ്രാ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ ഞാനെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ റേഡിയേഷൻ്റെ സമയത്ത് ബ്രാ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും വണ്ണമാണല്ലോ. അപ്പോൾ പർദ്ദ ഇട്ടാൽ പോലും എനിക്ക് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പർദ്ദ ആണ് ഇട്ടിട്ടുള്ളതെങ്കിൽ പോലും ഞാൻ ഇതുപോലെ ബ്രാ യൂസ് ചെയ്ത് പോകും. അങ്ങനെ 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും റേഡിയേഷൻ കഴിഞ്ഞ് ഒരുവിധം 15ാമത്തെ റേഡിയേഷനൊക്കെ ആയപ്പോഴേക്കും എനിക്ക് അവിടെ ആകെ പൊള്ളി പോലെ ഇങ്ങനെ ഇത് വന്ന് മൊത്തം തൊലി പോയി, ചേന ചെത്തി പോലെ വെള്ളമൊലിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആകെ ഇൻഫെക്ഷനായി. അപ്പോൾ ആ ഒരു അവസ്ഥ ആർക്കും വരരുത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർത്തി തയ്ക്കുക. കുർത്തി തയ്ച്ചതിന് ശേഷം അതിനുള്ളിൽ നമ്മളൊരു ലൈനിങ് കൊടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ പാഡ് വയ്ക്കുക. പാഡ് വെച്ചിട്ട് ആ കുർത്തി ഇടുക. അപ്പം നമുക്ക് കുറച്ചുകൂടി ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. പാഡ് വയ്ക്കുക. പാഡ് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. മിക്ക ഷോപ്പുകളിലും പാഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് പാഡെന്ന് വെച്ചാൽ കപ്പാണ്. ഈ ഓരോ കപ്പ് സൈസിൽ വരുന്ന നമ്മുടെ പിന്നെ ബ്രായുടെ സൈസ് പോലെ തന്നെ നമ്മൾ ചോദിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് വയ്ക്കുക. അങ്ങനത്തെ പല പല ക്വാളിറ്റിയിലുള്ളതും കിട്ടും. നല്ല ക്വാളിറ്റി വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 1-2 കുർത്തിയിൽ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു എന്ന് കരുതി ആരും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് പോകുന്നും വേണ്ട. നല്ല ഡ്രസ്സിട്ട് നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല സാധാരണ ആൾക്കാരെ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നിന്നിങ്ങനെ കരയുമായിരുന്നു. എന്താ ചെയ്യുക, എനിക്ക് എൻ്റെ രൂപം കണ്ടിട്ട് തന്നെ വല്ലാത്തൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു ഫയലുണ്ടായിരുന്നു. ആ ഫയൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അത് പിടിച്ചിങ്ങനെ നടക്കും. ഹോട്ടലിലായാലും ചെക്കപ്പിന് പോകുമ്പോഴായാലും ഒക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് എനിക്ക് പിന്നെ ബ്രാ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു പോയി കുറേ നാളത്തേക്ക്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഏത് ഡ്രസ്സ് വേണേലും ഇടാം. കുറച്ച് വണ്ണം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ആരും തളർന്നു പോകരുത്. തളർന്നു പോയി നമ്മൾക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ വേറെ മറ്റുള്ളവരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കണ്ട. ഈ ഒരു സമയം നമ്മൾ കടന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിലാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുർത്തിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുക. പിന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തയ്യലിൽ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വേറെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.